പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ പാദപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജീവിതഭാരവുമായി അമ്മയെ തേടി അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കടന്നു വരയണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം ഞങ്ങൾക്കായി നൽകണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെയും വേദനകളെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അതെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിലേക്ക് വരുവാനായി ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ്. അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ പ്രവർത്തിക്കണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും അമ്മ അത്ഭുതം ചൊരിയണമേ. അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹം നടക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നന്നല്ലെന്ന് അവിടുത്തേക്ക് അറിയാമല്ലോ. അമ്മേ മാതാവേ, ഓരോ മക്കൾക്കും അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കടഭാരങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടഭാരങ്ങളെ ഏറ്റെടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള ഓരോ മാർഗങ്ങളും അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഞങ്ങളുടെ നീർന്ന നൊമ്പരങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ. അമ്മേ മാതാവേ, നീ ശക്തമായി ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലേക്ക് നൽകുന്നു. അമ്മേ മാതാവേ, അവരെ എല്ലാം ഏറ്റെടുക്കണമേ. അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. എല്ലാവിധ അസുഖത്തിൽ നിന്നും ആ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കൊടുക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം ഓരോ മക്കളിലും തളിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ. അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുന്നു. ആ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ വേദനകൾ മനസ്സിലാക്കി അമ്മ ശക്തമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ശക്തി ഒന്ന് പ്രകടമാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. ഈശോ തമ്പുരാനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോനാഥ, ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്, കുറ്റങ്ങളും കുറവുകളും നിരവധിയുള്ളവരാണ്. ഈശോയെ, ഞങ്ങളുടെ തെറ്റുകളോ കുറ്റങ്ങളോ കാരണമാക്കാതെ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.